പിറന്നാൾ ആശംസകൾ ചേച്ചി. വേർപിരിയൽ എനിക്ക് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും മിസ് ചെയ്യുന്നുവെന്നുമുള്ള തിരിച്ചറിവ് നൽകി. ഇന്ന് നിന്നെ കെട്ടിപ്പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹലോ ഹായ്, സംഭവം വേറൊന്നുമില്ല കേട്ടോ. 27 ജൂലൈ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നാട്ടിൽ നിന്ന് എനിക്ക് അയച്ചു തന്നൊരു മെസ്സേജാണിത്. കണ്ണി കണ്ട കീരിമ്പാമാണെങ്കിലും വിട്ടു നിന്നതിനെ സ്നേഹം വരുന്നത് ഇപ്പം മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളൊരു ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തു. കല്യാണത്തിന് ഇന്നലെ പറയണോ, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇട്ടത്. മിക്ക ടൈമിലും ഞങ്ങളുടെ കൂടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവും. ബിക്കോസ് ഞങ്ങൾ അങ്ങനെ ഒരു കപ്പിൾ വൈബ് അല്ല, ഫ്രണ്ട്ലി വൈബാണ്. എപ്പോഴും ഫ്രണ്ട്സായിട്ട് പുറത്തു പോകാനാണ് ഇഷ്ടം. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി ചിന്തിക്കാതെ കരുതി. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്താണ് ഈ ടർക്കി ട്രിപ്പ്. അഫ്കോഴ്സ് നമ്മൾ നമ്മുടെ വിസേർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിരിക്കുന്നത്. ബിക്കോസ് നമ്മളിപ്പോൾ വിസേറിന്റെ എംപ്ലോയി ആണ്, നമുക്ക് എംപ്ലോയി ഡിസ്കൗണ്ട് ഉണ്ട്. ഇസ്താംബൂളിലേക്കുള്ള നമ്മളെ ഫ്ലൈറ്റിൽ അജ്മി ആയിരുന്നു കേട്ടോ ക്രൂ. അതുകൊണ്ട് തന്നെ ആളുടെ അനൗൺസ്മെന്റും ഡെമോ ഒക്കെ ലൈവായിട്ട് കാണാൻ പറ്റി. അതിനുശേഷം ഷെഫീക്ക പ്ലാൻ ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം പൈലറ്റിന്റെ ഒരു ബർത്ത്ഡേ വിഷ് ഉണ്ടായിരുന്നു. Ladies and gentlemen, this is your captain speaking. We have a special announcement today. One of our own, Aisha, is celebrating her birthday on board with us. Aisha is turning 22 today. Let's all wish her a very happy birthday. Happy birthday, Aisha, and thank you for flying with us. അങ്ങനെ എന്തായാലും ആ വിഷിനൊക്കെ ശേഷം ഞങ്ങൾ വാങ്ങിയിട്ട് ഒരു കുട്ടി കേക്കൊക്കെ കട്ട് ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്ന് കളറാക്കി. അങ്ങനെ നമ്മൾ ട്രിപ്പ് ഓണാക്കി കേട്ടോ. എന്തായാലും നമ്മൾ ആ ഒരു സ്കൈ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര കളർഫുൾ ആയിരുന്നു. അപ്പോൾ ഇസ്താംബുൾ എയർപോർട്ടിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ 2 ദിവസം ഇസ്താംബുളിലാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി ലാൻഡ് ചെയ്തു. ഷെഫീക്കാണെങ്കിൽ വർക്ക് കഴിഞ്ഞ് സ്ട്രെയിറ്റ് വന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാളുടെയും ഉറക്കം കുറച്ച് പ്രശ്നമായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഡേ. എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിലുപരി ഒരു ടീമിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ സെൽഫായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഊബർ എടുത്ത് ഞങ്ങൾ ടാക്സിം സ്ക്വയറിലേക്കാണ് ആദ്യം പോയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആദ്യം ഗൂഗിൾ മാപ്പ് ഒന്ന് കളിപ്പിച്ചെങ്കിലും പിന്നൊക്കെ ഒന്ന് സെറ്റായി. ആദ്യം തന്നെ പോയി ഒരു ഫുഡൊക്കെ കഴിച്ച് ടെക്സലിൽ പോയിട്ട് ഒരു ഈസിം എടുത്തു. കമ്പാരിറ്റീവ്ലി അതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ ഇതാ നമ്മളെ നൊസ്റ്റാൾജിക് ട്രെയിൻ എന്ന് പറയുന്ന ഒരു ട്രാം ട്രെയിൻ പോകണ്ടായിരുന്നു. അതിൽ കയറാനുള്ള പ്ലാൻ ഉണ്ട്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഡേ സെറ്റാക്കാൻ കരുതി. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റൂഫ് ടോപ്പ് കലാട്ടയുടെ കപ്പിൾ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് നേരം അങ്ങോട്ടാണ് വിട്ടത്. മോർണിംഗ് ഒരു 10 മണി to 11 മണി എന്നുള്ള ടൈമിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 190 യൂറോയുടെ പാക്കേജാണ് നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ ഈ 18ാം പടി മുഴുവൻ ഞങ്ങളുടെ ലഗേജ് തൂക്കിയിട്ട് വന്നോടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരു ആൻഷ്യൻ ടൈപ്പ് ബിൽഡിംഗ് ആയിരുന്നു. എനിവേ കുഴപ്പമില്ല, കാരണം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാം എന്ന് കരുതി. കാരണം ചെക്കിംഗ് ടൈം ഓൾറെഡി 11 o'clock മുതലാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ കറക്റ്റ് ടൈമിംഗ് അല്ലോ. ഇതിൽ ഗേളിൽ അതായത് എനിക്ക് 2 ഔട്ട്ഫിറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ചെക്കിനുള്ള ഔട്ട്ഫിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യില്ല കേട്ടോ. പക്ഷെ അത് ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഞാനിത് കാർപ്പറ്റ് ഫോട്ടോഷൂട്ടിന് റെഡും സ്വിംഗ് ഫോട്ടോഷൂട്ടിന് ബ്ലൂ ആണ് ചൂസ് ചെയ്തത്. എൻ്റെ കുറേ സിംഗിൾ ഫോട്ടോസും പിന്നെ ഷെഫീഖാൻ്റെ കുറേ സിംഗിൾ ഫോട്ടോസും പിന്നെ ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോസും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഗലാട്ട ടവറൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. എൻ്റെ ക്യാമറമാൻ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഔട്ട്പുട്ട്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. എല്ലാം കവർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആയിരുന്നു. പിന്നെ പോസും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ഈ ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഫോട്ടോസും അവർ നമുക്ക് അപ്പം തന്നെ സെൻഡ് ചെയ്ത് തരും. അതിൽ നിന്ന് ഒരു 15 ഫോട്ടോസും 3 വീഡിയോസും അവർക്ക് 20 ഡേയ്സിൻ്റെ ഉള്ളിൽ അയച്ചു കൊടുത്താൽ അവർ നമുക്ക് എഡിറ്റ് ചെയ്ത് അയച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ടർക്കിഷ് ടീ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവസാനമാണ് ചെയ്യേണ്ടതുള്ളൂ. ക്യാഷ് ആയിട്ട് കൊടുക്കണം നല്ലത്. കാർഡായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും കേട്ടോ. ഇവിടെ അങ്ങോട്ടുള്ള വഴിയൊക്കെ ഫുള്ള് കുന്നിറങ്ങുന്ന പോലെയാണ് കേട്ടോ. അങ്ങോട്ട് വരുമ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല. പിന്നെ നമ്മൾ നേരെ ഇസ്താംബുൾ കാർട്ടിൽ നിന്ന് ഒരു ട്രാവൽ കാർഡ് എടുത്തു. ഇവിടെ നമ്മളെ ഈസ്റ്റർ കാർഡൊക്കെ പോലുള്ള ഒരു കാർഡാണ് ഇസ്താംബുൾ കാർട്ടിലെ ആ ട്രാവൽ കാർഡ്. അതെടുത്തിട്ട് നമ്മൾ നേരെ ഫെറി എടുത്ത് നമ്മൾ സ്റ്റേ ഉള്ളത് ഗ്രാൻഡ് ബല്യാൻ ഹോട്ടലിലാണ്. അത് ഫെയ്ത്തിലാണുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫെറി എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ചെന്നിറങ്ങിയത് ഗലാട്ട ബ്രിഡ്ജിലാണ്. അപ്പോൾ ഗലാട്ട ബ്രിഡ്ജിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. അവിടെ നിന്ന് നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് തന്നെ ചൂസ് ചെയ്തിട്ട് ഞങ്ങളൊരു കബാബിൻ്റെ ഡിഷും പിന്നെ ഒരു ഫിഷിൻ്റെ ഡിഷും ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മെട്രോ എടുത്തു. പറഞ്ഞ മെട്രോയിൽ നമുക്ക് ഇസ്താംബുൾ കാർട്ടിൻ്റെ കാർഡ് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്റ്റേയിലെത്തി. ഇപ്പോഴത്തെ മൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പോയി ഒന്ന് ഫ്രഷ് ആയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എയർപോർട്ടിൽ നിന്നാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് മോർണിംഗ്. അപ്പോൾ ഇതാ നമ്മൾ റൂമിലെത്തി. അത്ര സ്പേഷ്യസ് ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഞങ്ങൾ പിന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം റൂമിൽ അധികം നേരം നിൽക്കാനുള്ള ടൈം ഉണ്ടാവില്ല. മാത്രമല്ല ഞങ്ങളൊരു സെൻറ്റർ ഓഫ് സ്റ്റേ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ സ്റ്റേൻ്റെ അവിടെ നിന്ന് ഹഗിയ സോഫിയയ്ക്കും ബ്ലൂ മോസ്കിനും പിന്നെ മറ്റു പല അട്രാക്ഷൻ സെൻറ്ററുകൾക്കും കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 സ്റ്റോപ്പ് മെട്രോ കയറിക്കാണ് ഞങ്ങൾക്ക് ഇത് ഹഗിയ സോഫിയിലെത്താം. പിന്നെ അത് കഴിഞ്ഞ് ഫ്രഷ് ആയി ഒന്ന് റെസ്റ്റ് എടുത്തത് നേരെ ഞങ്ങൾ ഹഗിയ സോഫിയും ബ്ലൂ മോസ്കും വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ഗെറ്റ് യുവർ ഗൈഡ് എന്ന് പറയുന്ന ആപ്പിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട്
ആയിട്ട് കിട്ടും നേരിട്ട് എടുക്കുന്നതിനേക്കാളും. അത് അവരുടെ ഒരു സെൻറ്റർ അവിടെ ഉണ്ട്, അവിടെ പോയി നമുക്ക് ഫിസിക്കൽ ടിക്കറ്റ് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഹഗിയ സോഫിയ ആണ് ആദ്യം വിസിറ്റ് ചെയ്യാൻ പോയത്. നമ്മൾ മുകളിലേക്കാണ് നമുക്ക് വിസിറ്റിംഗ് അലൗഡ് ഉള്ളൂ. പിന്നെ മുസ്ലിംസ് ആയിട്ടുള്ള ട്രാവലേഴ്സിന് മാത്രം താഴെ അലൗഡാണ്, അതും മെന്നിന് മാത്രം, വുമൻസിന് അലൗഡ് അല്ല. മേലെന്ന് കാണാൻ തന്നെ ഇത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങനെ എക്സിറ്റ് എന്നുള്ള വഴി താഴേക്ക് ഇറങ്ങി നേരെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും മുസ്ലിം ആണോ അല്ലേ എന്നൊക്കെ. അത് കഴിഞ്ഞ് നേരെ നമുക്കിതാ എൻട്രൻസ് വഴി താഴേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വുമൻസിന് ഒരു സൈഡ് ഉണ്ടായിരുന്നു, ആ സൈഡിൽ കൂടെ നമുക്ക് അപ്പുറത്തുള്ളത് ഇങ്ങനെ കാണാം എന്നല്ലാതെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ആ മെയിൻ ഏരിയയിലേക്ക് ഷെഫീഖക്ക് മാത്രമേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ബ്ലൂ മോസ്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. അതിന് വലിയൊരു കോർട്ട്യാർഡൊക്കെ ഉണ്ടായിരുന്നു, അതിന് ഉള്ളിലൊരു ചെറിയൊരു മോസ്കിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഇറങ്ങി. അപ്പോഴേക്കും ഒന്ന് വിശന്ന് തുടങ്ങിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ നേരെ ഹാഫിസ് മുസ്തഫ എന്ന് പറയുന്ന അവിടെ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അവർ നമുക്ക് ടെസ്റ്ററിന് തന്നൊരു ബക്ലാവയുടെ ടേസ്റ്റ് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബക്ലാവയുടെ തന്നെ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തു. പിന്നെ കുനാഫ കഴിച്ചു. കുനാഫ എനിക്ക് അത്ര ഓക്കെ തോന്നിയില്ല, പക്ഷെ ബക്ലാവ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട വേറെ സ്വീറ്റ്സ് ഇല്ലാന്ന് എനിക്ക് തോന്നി. പിന്നെ ഫുള്ള് സ്ട്രീറ്റ് കറങ്ങി നടക്കലായിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു ഡർവിഷ് ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈവനിങ് ആയപ്പോൾ. പിന്നെ നടന്ന് ഞങ്ങൾ നേരെ അരാസ്ത ബസാറിലേക്കൊക്കെ എത്തിയിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത പരിപാടി നെക്സ്റ്റ് ഫുഡിങ് ആയിരുന്നു. ഫുഡ് അതായിരുന്നു ഈ ട്രിപ്പിൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ 7 Hills റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് റീൽസിലൊക്കെ ഒരുപാട് കളിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. കാരണം ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഫുഡ് മാത്രമല്ല, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ മോസ്കും ഹഗിയ സോഫിയും രണ്ടും രണ്ട് സൈഡായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത് നൈറ്റ് കാണാൻ അടിപൊളിയായിരുന്നു. രണ്ട് പള്ളിയിൽ നിന്നും ഓരോന്ന് ഇടപെട്ടിട്ടുള്ള ബാങ്കുകളി കേൾക്കാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. കോമ്പറ്റീഷൻ ഒന്നും അല്ലെങ്കിലും ഈണത്തിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് പ്ലാൻ ചെയ്ത പോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് എൻഡ് ചെയ്തു. ചെറുതായിട്ടൊന്ന് തെറ്റൊക്കെ ചെയ്തു ഞങ്ങൾ, അത് ഞാൻ പിന്നെ പ്രതീക്ഷിച്ചതാണ്. പിന്നെ ഫോട്ടോസ് എടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് അതൊക്കെ ഞാൻ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്തു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു സോങ് കേൾക്കാം. നമ്മളിതാ ഈത്ത പാടുന്നതാണ്. ആളാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈമായി. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. AC-യുടെ ചെറിയൊരു പ്രശ്നം ഈ റൂമിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ലഗേജ് നോക്കി നടക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ തോന്നിയത്. നെക്സ്റ്റ് ട്രിപ്പിൽ ലഗേജ് ഒന്ന് ചുരുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി പെട്ടെന്ന് വന്നു. പിന്നെ കണ്ട സ്ട്രീറ്റ് ഫുഡിൽ കയറി അവരുടെ സ്പെഷ്യൽ ഒരു ബർഗറും കഴിച്ച് നേരെ ഞങ്ങൾ ഗ്രാൻഡ് ബസാറിലേക്ക് വിട്ടു കേട്ടോ. ഭയങ്കര ക്രൗഡായിരുന്നു. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു വാങ്ങാൻ തോന്നുന്നത്. ഞങ്ങളൊരു ഹുക്ക മാത്രമാണ് വാങ്ങിയത്. പിന്നെ അവിടെ കണ്ട ഏതോ ഒരു മോസ്കിൽ കയറി കാണാൻ നല്ല വൈബുള്ളൊരു മോസ്കായിരുന്നു. ഇതേപോലെ തന്നെ മെൻസിന് വേറെ സെക്ഷൻ, വുമൻസിന് വേറെ സെക്ഷൻ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുന്നത് ബാസിലിയൻ സിസ്റ്റം വിസിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഗെറ്റിയർ ഗൈഡിനേക്കാളും ചീപ്പായിട്ട് അവിടെ ഡയറക്റ്റ് ടിക്കറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ആ ടിക്കറ്റിൻ്റെ പ്രൈസിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു പ്രതീക്ഷ ഒട്ടും കുറച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിലത്തെ വൈബ് കിട്ടും. അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിരുന്നു. കുറേ നടന്ന് കാണാനുണ്ടായിരുന്നു. 3 തരത്തിലുള്ള ലൈറ്റ്സ് അവരവിടെ പ്രൊവൈഡ് ചെയ്യും. 3 ലൈറ്റ്സിന് ഓരോ പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള സ്റ്റാച്യൂസും കാര്യങ്ങളും അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറീസും അത് അടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടോപ്പ് കാപ്പി പാലസ് കാണാൻ വേണ്ടി പോയി. പക്ഷേ ട്യൂസ്ഡേ ആയതുകൊണ്ട് ക്ലോസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവരുടെ സെസമി ബ്രെഡ് എന്ന് പറയുന്ന ഒരു സിമിത്ത് എന്ന് പറയുന്ന ഒരു സ്വീറ്റ് ആണ്, റിംഗ് സാമ്പിൾ സ്വീറ്റ്. അപ്പോൾ അതും ട്രൈ ചെയ്ത് ഞങ്ങൾ നേരെ ഫെറി എടുക്കാൻ വേണ്ടി പോയി. ഇനി ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഏഷ്യൻ സൈഡ് ഓഫ് ടർക്കി കാണാനാണ് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് യൂറോപ്യൻ സൈഡ് ഓഫ് ടർക്കിയാണ്. ടർക്കിക്ക് തന്നെ 2 സൈഡ് ഉണ്ട്. അപ്പോൾ അതിൽ കാടക്കോയ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഫെറി എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ പോയപ്പോൾ തോന്നിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്ര ക്രൗഡല്ല. യൂറോപ്യൻ സൈഡിൽ ഭയങ്കര ക്രൗഡാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പിന്നെ വേറെ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. ഏഷ്യൻ സൈഡാണ് ഫുഡ് കുറച്ചുകൂടി ടേസ്റ്റി എന്ന് കിട്ടും. പക്ഷേ ഏഷ്യൻ സൈഡ് ആണെങ്കിലും യൂറോപ്യൻ സൈഡ് ആണെങ്കിലും ടർക്കി ഫുഡ് ഭയങ്കര ടേസ്റ്റി എന്ന് പറഞ്ഞവരോട് എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. ഞാൻ എല്ലാ ടോപ്പ് റെസ്റ്റോറൻറ്റുകളിലും സ്ട്രീറ്റ് ഫുഡുകളും ഒക്കെ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഫിഷ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ പൂച്ച, അത് ഇവിടുത്തെ മെയിൻ പെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. പൂച്ച കൊണ്ടുള്ള ടോയ്സ് തന്നെ ഇഷ്ടം പോലെ കാണാം. എനിഹാവ് ഞങ്ങൾ ഇത് ഈവനിങ് ആയപ്പോഴേക്കും ഗലാട്ട ടവറിൻ്റെ അടുത്ത് എത്തിട്ടോ. വിയാന കവീച്ചിൽ ഒരു സീറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഗലാട്ട ടവറിൻ്റെ എൻട്രൻസിലേക്കുള്ള കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടോ. അപ്പോൾ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ എന്ന് എഴുതിയിട്ട് എൻ്റെ ചെക്കൻ കുറേ ഓടി നടന്ന് ക്യാഷ് ഒപ്പിച്ചു. പക്ഷെ അവിടെ കാർഡ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഓരോ ഫ്ലോർ കയറുമ്പോഴും നമുക്ക് ഓരോ ടൈപ്പ് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. ഒരു ഫ്ലോറിൽ എൻറ്റയർ മിനി ഇസ്താംബുൾ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കിതാ ഇങ്ങനെ 360 ഡിഗ്രിയിൽ നടന്ന് എൻറ്റയർ ഇസ്താംബുളും കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോയ റൂഫ് ടോപ്പ്, പിന്നെ ഗലാട്ട ബ്രിഡ്ജ്, ഹഗിയ സോഫിയ, ബ്ലൂ മോസ്ക് എല്ലാം കാണാൻ പറ്റും. കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ച്
സംസാരിച്ച് സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചിറങ്ങുന്നത് വേറെ വഴിക്കാണ്, അതുകൊണ്ട് തന്നെ വേറെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. കുറേ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഇടുങ്ങിയ സ്റ്റെയേഴ്സ് ആണ് കേട്ടോ. പിന്നെ നേരെ പോയിട്ടൊരു ആനിമേഷൻ ഉണ്ടായിരുന്നു, അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുവനീറൊക്കെ വാങ്ങാൻ പറ്റിയ പോലത്തെ ഒരു സ്റ്റോർ ഉണ്ട്. പിന്നെ ഞങ്ങൾ കയറിയിട്ടൊന്നും വാങ്ങിയില്ല. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബിക്കോസ് ഞങ്ങളുടെ അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ടർക്കിഷ് ഹമാം ചെയ്യാനാണ്. പ്രമാദ എന്ന് പറയുന്ന ഒരു സെൻറ്ററിലാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഷെഫീഖാൻ്റെ ഫസ്റ്റ് ഹമാം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. ഞാൻ മൊറോക്കോയിൽ പോയപ്പോൾ മറാക്കിഷിൽ വെച്ചിട്ട് മൊറോക്കൻ ഹമാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പാറ്റീവ്ലി എനിക്ക് കുറച്ചുകൂടി മൊറോക്കനാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ സാറ, അത് പിന്നെ എവിടെയും ടോപ്പാണല്ലോ. അതൊക്കെ കണ്ട് നേരെ ഞങ്ങളിതാ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് കയറി ലഹ്മക്കൂൻ എന്ന് പറയുന്ന ടർക്കിഷ് സ്പെഷ്യൽ പിzzas ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഐസ്ക്രീം മാനെ കണ്ടു. പിന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഐസ്ക്രീമും വാങ്ങി നേരെ മെട്രോ എടുത്ത് നമ്മളെ സ്റ്റേൻ്റെ അവിടേക്ക് തിരിച്ചു. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ലഗേജ് തൂക്കി നടക്കുന്ന ഒരു പണി, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലഗേജ് നമ്മളെ സ്റ്റേയിൽ തന്നെ റിസപ്ഷനിൽ വെച്ചിട്ടാണ് വന്നത് കേട്ടോ. അവരുടെ നല്ല മനസ്സുകൊണ്ട് ചെക്കൗട്ട് ടൈം കഴിഞ്ഞെങ്കിലും ലഗേജ് ഇവിടെ തന്നെ കീപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഓവർനൈറ്റ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലിക്സ് ബസ്സിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതിനെ ക്യാമൽ കോച്ച് എന്ന് പറയും. അപ്പോൾ അത് ഞങ്ങൾക്ക് ഈവനിങ് ഒരു 11 മണിക്കായിരുന്നു. അപ്പോൾ ആ ടൈം വരെ ഇങ്ങനെ നൈറ്റ് മൊത്തം കറങ്ങി നടന്ന് ലാസ്റ്റ് ലഗേജ് എടുത്ത് അവിടെ നിന്ന് ഊബർ എടുത്ത് ബസ് സെൻറ്ററിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. പറഞ്ഞു തരുന്നില്ല, അതാ വീണ്ടും കുറേ പൂച്ചകൾ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് ഊബർ ബുക്ക് ചെയ്ത് നേരെ നമ്മുടെ ഫ്ലിക്സ് ബസ്സിൻ്റെ കാമിൽ കോച്ച് എന്ന് പറയും അതിൻ്റെ സെൻറ്ററിലേക്ക് എത്തി. ഇതായിരുന്നു നമ്മളെ ബസ്. സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു. ഒരുമിച്ചുള്ള സീറ്റൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു കേട്ടോ ഇത്. ഇതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ടൈമും ലാഭിക്കാം, പിന്നെ ഒരു സ്റ്റേൻ്റെ പ്രൈസും ലാഭിക്കാം കേട്ടോ. കാരണം ഇവിടെ നിന്ന് നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കപ്പഡോക്കിയയിലേക്ക് ഏകദേശം 9 hours ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ദൂരം ഉറങ്ങി തീർക്കാം. അപ്പോൾ ഇനി കപ്പഡോക്കിയിലെ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.